നവകേരളയുമായി ബന്ധപ്പെട്ടുള്ള പല പരാമർശങ്ങളിലൂടെയും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. കൊച്ചുകുട്ടികളെ വരെ നവകേരള യാത്രയിൽ ഇങ്ങനെ അണിനിരത്തി അഭിവാദ്യം അർപ്പിച്ചതിലൊക്കെ രൂക്ഷ വിമർശനം കോടതി അറിയിച്ചിരുന്നു. ഇന്ന് കോടതി ക്ഷേത്ര മൈതാനികൾ നവകേരള സദസ്സിനായി ഉപയോഗിക്കുന്നതിനെതിരായ ഹർജികൾ പരിഗണിക്കുമ്പോൾ നേരത്തെയുള്ള വിധികൾ കൂടി ഇതിൽ സുപ്രധാനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വടക്കുംനാഥ ക്ഷേത്ര മൈതാനി ഉൾപ്പെടെ ഭക്തർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം അല്ലാതെ മറ്റ് ഒരു രീതികളിലേക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവുകൾ നിലനിൽക്കെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ക്ഷേത്ര മൈതാനങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഹൈക്കോടതി ഒരുപക്ഷെ അതിലും രൂക്ഷമായ ഒരു നിലപാട് തന്നെ എടുക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? രോഹിണി, അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഇതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ആ ഉത്തരവ് അത് കാണണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചേക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയതെന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ആ ക്ഷേത്ര മൈതാനിയുടെ മതിൽ പൊളിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. അതും അതീവ ഗൗരവതരമായി തന്നെ കാണേണ്ടി വരും. അതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്, ആലപ്പുഴ ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സ് എത്തുമ്പോൾ അവിടെ മാവേലിക്കരയിലും ഒരു സ്കൂളിൻ്റെ മതിൽ കഴിഞ്ഞ ദിവസം പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ പാഴ്ചിലവുകൾ വരുത്തിക്കൊണ്ട് എന്ത് വികസനമാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ കൂടി ഒരു പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായേക്കാം. കാരണം ഒരു തരത്തിൽ ഈ പറയുന്ന പദ്ധതികൾ നടപ്പാക്കാൻ പോലും ഫണ്ടില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ള മതിലുകൾ പൊളിച്ചുകൊണ്ടുള്ള ഈ ഒരു പുതിയ ഈ വികസന വിപ്ലവം എന്ന രീതിയിൽ ഇത്തരത്തിലൊരു നവകേരള സദസ്സ് തീർക്കുന്നത്. അപ്പോൾ അത് ഏത് തരത്തിൽ ഈ ജനങ്ങൾക്കില്ല സമൂഹത്തിന് ഗുണം ചെയ്യും, നാടിന് ഗുണം ചെയ്യും എന്ന കാര്യവും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാദിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. കാരണം നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ മതിൽ പൊളിച്ചുകൊണ്ട് അവിടെ നവകേരള സദസ്സ് നടത്തുന്നതിന് ദേവസ്വം ബോർഡ് ഭൂമി, ക്ഷേത്രഭൂമി എന്തിന് വിട്ടു നൽകണം എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിനും വിശദീകരണം നൽകേണ്ടി വരും, ദേവസ്വം ബോർഡിന് വിശദീകരണം നൽകേണ്ടി വരും. അതിൽ കൃത്യമായും ഹൈക്കോടതി അതിൽ ശരിയെന്ന് ബോധിപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയാനുള്ള സാധ്യതയും നിലവിലില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രോഹിണി, ശരി. മധ്യ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.